അതെ, ഒരു കാലത്ത് പിണറായി വിജയൻ എന്ന നേതാവിന് ചുറ്റും കെട്ടിപ്പടുത്ത പ്രതിച്ഛായയുടെ കോട്ടയ്ക്കുള്ളിൽ നിന്നാണ് ഇപ്പോൾ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നത്. മറ്റാരുമല്ല, മുന്നണിയിലെ ഒന്നാം നമ്പർ പങ്കാളിയായ CPI തന്നെയാണ് ഇപ്പോൾ CPM-ന് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നത്. ഇത് രാഷ്ട്രീയ കേരളത്തെ ഒരേ സമയം അമ്പരപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയെ തുടർന്ന് CPI സംസ്ഥാന കൗൺസിൽ ഉയർന്നത് കേവലം ഒരു സാധാരണ വിമർശനമായിരുന്നില്ല, മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തി കേന്ദ്രീകൃതമായ ശൈലിക്കെതിരെയുള്ള കടുത്ത അമർഷത്തിന്റെ പൊട്ടിത്തെറിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിസ്ഥാന പ്രമാണമായ കൂട്ട ഉത്തരവാദിത്തം എന്ന ആശയത്തെ പൂർണ്ണമായും കാറ്റിൽ പറത്തി എല്ലാ പ്രചാരണങ്ങളും ഒരാളിലേക്ക് മാത്രം ചുരുക്കിയതാണ് ഈ വൻ തകർച്ചയ്ക്ക് കാരണമെന്ന് CPI പരസ്യമായിട്ട് തുറന്നടിക്കുന്നുണ്ട്. ഞാനല്ലാതെ മറ്റാര് എന്ന തരത്തിൽ ഉയർന്നു വന്ന അമിത വ്യക്തിപ്രഭാവവും അഹങ്കാരവും നിറഞ്ഞ പ്രചാരണ രീതി പൊതുജനങ്ങളിൽ വലിയ ജനരോക്ഷമുണ്ടാക്കി. സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ ഇത് ശക്തമായ ഭരണവിരുദ്ധ വികാര തരംഗമായി മാറി. ജനങ്ങളുടെ ഈ അകൽച്ചയാണ് ഇടതുമുന്നണിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് തള്ളിവിട്ടത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ മുന്നണിക്കുള്ളിലെ കണക്കുകൂട്ടലുകൾ എല്ലാം പാടെ പിഴച്ചിരിക്കുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും CPM-ഉം നേതൃത്വവും തമ്മിലുള്ള ബന്ധം മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ വഷളായി കഴിഞ്ഞിരിക്കുന്നു. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനോ തെറ്റുകൾ തിരുത്തുവാനോ വലിയ പങ്കാളിയായ CPM തയ്യാറാകാത്തത് അണികളിലും വലിയ അതൃപ്തിക്ക് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ LDF എന്ന രാഷ്ട്രീയ സംവിധാനം തന്നെ ഏതാണ്ട് പൂർണ്ണമായിട്ടും അസ്തമിച്ച അവസ്ഥയിലാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞിട്ടും നിർണായകമായ നിയമസഭാ കക്ഷിയോഗം പോലും ചേരാൻ സാധിക്കാത്ത വിധം മുന്നണിയിലെ ഏകോപനം പൂർണ്ണമായിട്ടും തരിപ്പണമായിരിക്കുന്നു. താഴെത്തട്ടിൽ ഭിന്നത അത്രമേൽ രൂക്ഷമാണ്. ഇതിനെല്ലാം പുറമെ അധികാര പങ്കാളിത്തത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും മുന്നണിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നു. മുന്നണിയിൽ രണ്ടാമതൊരു ഉപനേതൃത്വ സ്ഥാനം പോലും CPIക്ക് നൽകാൻ CPM തയ്യാറാകുന്നില്ല. തങ്ങളെ കേവലം ഒരു നിഴൽ പങ്കാളിയായി മാത്രം കാണുന്ന ശൈലിയോട് ഇനി വിട്ടുവീഴ്ചയില്ല എന്ന ശക്തമായ സന്ദേശം തന്നെയാണ് CPI ഇപ്പോൾ നൽകുന്നത്. ഒരു കാലത്ത് എല്ലാ പ്രതിസന്ധികളെയും കരുത്തോടെ നേരിട്ട് പിണറായി ഇന്ന് സ്വന്തം സഖ്യകക്ഷികൾ തന്നെ തിരിഞ്ഞു കൊത്തുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത അടിത്തറ ഇളകുകയാണ്. തിരുത്തലുകൾക്ക് പിണറായി വിജയൻ തയ്യാറാകുമോ, അതോ മുന്നണിയിലെ ഈ വിള്ളൽ കൂടുതൽ വലിയ തകർച്ചയിലേക്ക് വഴിമാറുമോ എന്ന് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയേണ്ടി വരും.